അസുരരാജൻ മിഥിൻമാലി ഈ വിജയം അപൂർണമാണ്. എന്റെ ആഗ്രഹമാണ് നമ്മുടെ പിതാവിന്റെ ശത്രുക്കളായ ദേവന്മാരെ പരാജയപ്പെടുത്തി സ്വർഗത്തിൽ അധികാരം സ്ഥാപിക്കാൻ. പക്ഷേ നാം ജ്യേഷ്ഠൻ താരകാക്ഷന്റെ ആജ്ഞാനുവർത്തിയുമാണ്. അതിനാൽ നാം തക്ക സമയം പ്രതീക്ഷിച്ച് ശിവ ആരാധന ചെയ്യുകയാണ്. ജയ മഹാരുദ്ര! रुद्र महारुद्र शिव शंकर प्रलयंकर भूतनाथ महाकाल अघोर अभयंकर. रुद्र रुद्र महारुद्र शिव शंकर प्रलयंकर भूतनाथ महाकाल अघोर अभयंकर. नमो नमः शिव शंकर, 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 नमो नमः शिव शंकर. യോഗിഹിതകാരൻ എല്ലാവർക്കും സ്വയംഭൂ പരമേശ്വരൻ. ദിഗംബരൻ അഗമൻ അഗോചരൻ ദിവ്യരൂപ സർവേശ്വരൻ. സത്യവും നീ നിത്യനും നീ ഉഗ്രരൂപ കപാലീശ്വര. रुद्र रुद्र महारुद्र शिव शंकर प्रलयंकर भूतनाथ महाकाल अघोर अभयंकर. नमो नमः शिव शंकर, नमो नमः शिव शंकर, नमो नमः शिव शंकर, नमो नमः शिव शंकर. विश्वकर्ता वामदेव ज्ञानमूर्ति ज्ञानदेव. महाकल्पा बहुरूप सर्वशक्तन्नीये. धर्मदाता पापहर्ता भूतनाथन्नीये. रुद्र रुद्र महारुद्र शिव शंकर प्रलयंकर भूतनाथ महाकाल अघोर अभयंकर. नमो नमः शिव शंकर, नमो नमः शिव शंकर, नमो नमः शिव शंकर, नमो नमः शिव शंकर.
प्रेतचारी परोपकारी धर्मचारी महादपा हे सनातन शोकनाशन सर्वशुद्ध महादेवा विश्वमित्रा ब्रह्मज्योति विश्वगर्भ महाबला रुद्र रुद्र महारुद्र शिव शंकर प्रलयंकर भूतनाथ महाकाल अघोरा भयंकरा नमो नमः शिव शंकरा नमो नमः शिव शंकरा नमो नमः शिव शंकरा नमो नमः शिव शंकरा रवि विलोचन सर्वशासक वामदेव नमो नमः अजात शत्रु सर्वगोचर मंत्रमुंड नमो नमः भस्मधारी तीर्थरूप श्मशानवासी नमो नमः रुद्र रुद्र महारुद्र शिव शंकर प्रलयंकर भूतनाथ महाकाल अघोरा भयंकरा नमो नमः शिव शंकरा 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 ओम नमः शिवाय ओम नमः शिवाय ദേവി, എനിക്കറിയാം കൈലാസത്തിൽ പോയിട്ടും അവിടുത്തെ ശങ്കകൾ ദൂരീകരിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഞാനും എൻ്റെ വരദാനത്തെക്കുറിച്ച് അനാവശ്യമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഉചിതം ഇതായിരിക്കും: ഭാവിയിൽ വരാൻ പോകുന്ന സംഭവങ്ങളെ ദേവി നിരപേക്ഷ ഭാവത്തിൽ വീക്ഷിക്കുക. ദേവി സരസ്വതിക്ക് പ്രണാമം. പരംപിതാ ബ്രഹ്മദേവന് പ്രണാമം. സദാ മംഗളം വരട്ടെ. സദാ സ്വർഗസുഖം അനുഭവിക്കുക. ബ്രഹ്മദേവ, അവിടുന്ന് ഈ മംഗളാശംസയെ വരദാനമായി നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേക്കുമായി ദുഃഖങ്ങളിൽ നിന്നും മുക്തരായി സ്വർഗസുഖം അനുഭവിക്കുമായിരുന്നു. എനിക്കും സീമകളുണ്ട് ദേവരാജ. വിധിയുടെ സീമകളെ ലംഘിക്കുക എന്നത് എന്നാലും സാധ്യമല്ല. എങ്കിലും സദാസമയവും ഞാൻ നിങ്ങളുടെ ഹിതം ചിന്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദുഃഖത്തിന് കാരണം? അങ്ങ് താരകപുത്രന്മാർക്ക് വരം നൽകിയല്ലോ, അതുതന്നെ ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം. അവർ നിർഭയരായി ഞങ്ങളെ പീഡിപ്പിച്ചു തുടങ്ങും. ദേവരാജ, താങ്കൾ വീണ്ടും വീണ്ടും അവരുടെ നിർഭയത്വത്തെ നിങ്ങളുടെ പീഡകളുമായി എന്തിനു ബന്ധിപ്പിക്കുന്നു? താങ്കൾ മറക്കുന്നു സുഖവും ദുഃഖവും സ്വന്തം വികാര വിചാരങ്ങളുടെയും കർമ്മങ്ങളുടെയും പരിണത ഫലങ്ങളാണെന്ന്. ബ്രഹ്മദേവ, താരകപുത്രന്മാർക്കു നൽകിയ വരദാനം തിരിച്ചെടുക്കുക അതുചിതവുമല്ല, സംഭവ്യവുമല്ല. പക്ഷെ ദേവഗണങ്ങളുടെ രക്ഷയ്ക്ക് ഉപായം പറയുക സംഭവ്യമല്ലേ? എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കും രക്ഷയ്ക്കുള്ള ഉപായം? നിങ്ങൾ ഇത്ര ശക്തിഹീനരായത് എന്തുകൊണ്ട്? സ്വയരക്ഷയ്ക്ക് കൂടി കഴിവില്ലെന്നുണ്ടോ? ക്ഷമിക്കണേ ബ്രഹ്മദേവ, ക്ഷമിക്കണേ. ഞങ്ങൾ ശക്തിഹീനരായിട്ടില്ല. സത്യം ഇതാണ്: ഏത് അസുരന്മാരുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നുവോ അവരെ ശക്തിശാലികളാക്കുകയാണ് ഉണ്ടായത്. ദേവരാജ, ദേവന്മാർ ശക്തിശാലികളാകുന്നതിന് ആരാണ് തടയുന്നത്?
അസുരന്മാരുടെ തപസ്സിന് ഫലം ലഭിക്കുന്നു, വരദാനത്തിന്റെ രൂപത്തിൽ. അവർക്കെപ്പോൾ വരദാനം ലഭിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ ദേവന്മാരുടെ ആത്മബലവും ശക്തിയും ക്ഷീണിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾ ഓടി വരുന്നു ശ്രീഹരിയുടെ, പരമശിവന്റെ അല്ലെങ്കിൽ എന്റെ അടുത്ത്. കാരണം എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകൂ ദേവരാജ. ആസുര ശക്തികളെ ഭയപ്പെടുക സ്വാഭാവികമാണ് ബ്രഹ്മദേവ. കാരണം വരദാനത്തിന്റെ ശക്തിയിൽ മതിമറന്ന അസുരന്മാർ അനാചാരികളും ദുരാചാരികളുമാകുന്നു. അനാചാരികളെയും ദുരാചാരികളെയും ഭയന്ന് നിങ്ങളുടെ ഭയത്തെ വർദ്ധിപ്പിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ആരുടെ കൈവശം വരബലം മാത്രം ശേഷിക്കുന്നുവോ, ആരുടെ സ്വഭാവം, നീതിബോധം, സ്വാത്വികത എല്ലാം തന്നെ ക്ഷയിച്ചു കഴിഞ്ഞുവോ, അവരെ നിങ്ങൾ ഭയപ്പെടുന്നുവോ? അവരെ ഭയപ്പെടുത്തുകയല്ലേ വേണ്ടത്? അതെ, അപൂർവ ശക്തിയുടെ ഭണ്ഡാകാരത്തിന്റെ ഉടമസ്ഥരാണ് നിങ്ങൾ ദേവന്മാർ. പക്ഷേ ഭയത്തിന്റെ ആവരണം മറച്ചിരിക്കുകയാണ് ആ ശക്തിയെ. വലിച്ചു മാറ്റൂ ഭയത്തിന്റെ ആവരണം. സ്വന്തം അന്തരാളത്തിലെ ശക്തിയെ പ്രകടമാക്കൂ. പോകൂ, ആത്മബലത്തോടെ സംഘടിക്കൂ.